പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് മാർച്ച് 3-ാം തീയതി 2026 3/3/2026 ചൊവ്വാഴ്ച, അതായത് 1201 കുംഭമാസം 19-ാം തീയതി. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:43, അസ്തമയം വൈകിട്ട് 6:31. നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെയുള്ള ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാകുന്നു രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ മകൻ നക്ഷത്രമാകുന്നു. നാളെ കാലത്ത് മകൻ നക്ഷത്രം 7:30 വരെ മകൻ നക്ഷത്രമാണ്. മകം ഒരു ശുഭനക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്ക് നാം വിനിയോഗിക്കുന്ന നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പൂരം നക്ഷത്രമാകുന്നു. പൂരമാണെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാണ്. മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് പൂരം. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ വിതക്കിൽ വെളിയ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരൂരുട്ടാതി, അപ്രകാരം തൃക്കേട്ട. ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയണം. ചൊവ്വാഴ്ചയാണ്, പലപ്പോഴും മംഗളവാരം എന്ന് പറയും. എനിക്കെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നല്ല മംഗളങ്ങൾ ഒക്കെ പ്രദാനം ചെയ്തത് എൻ്റെ ചൊവ്വാഴ്ചകളാണ്. കാരണം എൻ്റെ ന്യൂമറോളജി 9 ആകുന്നു. ഞാൻ ജനിച്ചത് 18-ാം തീയതിയാണ്. അപ്പോൾ ന്യൂമറോളജി 9 ആകുന്നു. 9-നെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൈനീസ് ഫെങ്ഷുയിൽ 9 അങ്ങേറ്റം ശക്തമായ സൗത്ത് ഡിറക്ഷനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് ഫിനിക്സ് പക്ഷിയൊക്കെ നാം എന്ത് ചെയ്യുന്നത്, പ്രതീകാത്മകമായി ആ ഭാഗത്ത് നാം തൂക്കിയിടുന്നത്. ഇറ്റ് ഇസ് ബോൺ ഫ്രം ആഷസ്, ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന പക്ഷിയാണ് ഫിനിക്സ്. ചൈനീസ് സെലസ്റ്റൽ ഏനിമൽസിൽ ഓരോ ഭാഗത്തിനും പ്രാധാന്യമാണ്. കിഴക്ക് ഡ്രാഗൺ, തെക്ക് ഫിനിക്സ്, വടക്ക് സമ്പത്തിൻ്റെ ഭാഗത്ത് ആമ. അത് ജീവനുള്ള ആമയെ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ അല്ലാത്ത ആമയെയും നമുക്ക് വെക്കാം. ഒരു മെറ്റൽ ബൗളിൽ ആമയെ വെച്ച് വെള്ളമൊഴിക്കുന്നു. പടിഞ്ഞാറ് വൈറ്റ് ടൈഗർ. ഇങ്ങനെയാകുന്നു ചൈനീസ് സെലസ്റ്റൽ ഏനിമൽസ്. ഇവിടെ നാം മനസ്സിലാക്കണം, നാളത്തെ ദിനത്തിന് മറ്റൊരു പ്രത്യേകത, നാളെ പൗർണമിയാണ്. നാളെ വെളുത്ത വാവാകുന്നു. അതിനാൽ വെളുത്ത വാവാകയാൽ ചന്ദ്രൻ വളരെ ബലവാനാണ്. സിംഹരാശി, ചിങ്ങൻ രാശിയിലാണ് നാളെ കാലത്ത് മകവും പിന്നീട് പൂരം നക്ഷത്രത്തിലുമാണ് നാളെ ചന്ദ്രൻ നിൽക്കുന്നതെന്ന് അറിയുക. പൂരം നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഭദ്രകാളിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുക പൗർണമിയിൽ അത് വളരെ ഗുണകരമാണ്. അതിനാൽ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക. നാളെ പുതിയ വിദ്യയൊക്കെ പഠിക്കുന്നവർക്ക് നാളത്തെ ദിനം വളരെ ഗുണമാണ്. കാരണം നാളെ ശുക്രൻ ആണ് പൂരം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം. ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ചിന്തിക്കുക, സരസ്വതിയെ ചിന്തിക്കുക. അതിനാൽ നാളെ നന്നായി ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭൗതിമേ സദാ എന്ന പ്രാർത്ഥനയോടുകൂടി നാളെ കാലത്ത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതുതായി പഠിക്കാനൊക്കെ തുടങ്ങാം. കാരണം ചൊവ്വ ഉപദേശം കൊടുക്കുന്ന ഗ്രഹമാണ്. ഉപദേശം എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുഹൂർത്തങ്ങൾ ഞാൻ നൽകാൻ പാടില്ല. കാരണം ഈ പൂരം നക്ഷത്രവും ചൊവ്വാഴ്ചയുമായതുകൊണ്ട്. എങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 12:45 മുതൽ 1:30 വരെയുള്ള സമയം അനുകൂലമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ തയ്യാറാക്കാൻ നാളത്തെ മേൽപ്പറഞ്ഞ സമയം അനുകൂലമായി എടുക്കുക. അത് വ്യാഴത്തിൻ്റെ കാലഹോരയാണ്. ഇടവൻ രാശിയുടെ അന്ത്യ സമയത്താണ് ആ രാശിയുടെ തുടക്കം. അതിനാൽ എന്ത് കാര്യങ്ങളും ഒരു 12:45 1 മണിക്കിടക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഫലം സിദ്ധിക്കുന്നതാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.